നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. മോഹൻലാലിൻ്റെ പ്രസിദ്ധമായ ഡയലോഗാണ്. പക്ഷേ ആ സംഭവം നടപ്പിലാക്കാൻ പോവുകയാണ് കേരള സർക്കാർ. വി ഡി സതീശനെ കൊണ്ട് കഴിയുമോ ഇത് നടപ്പിലാക്കാനായിട്ട്? വി ഡി സതീശനല്ല, ചെന്നിത്തല രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തീർച്ചയായും നടപ്പാക്കാനായിട്ട് ആ വി ഡി സതീശൻ്റെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഡിസിഷനാണെന്ന് പറയണം. ഇപ്പോൾ പ്രിയൻ ആദ്യം ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞില്ലേ, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, പറഞ്ഞത് മോഹൻലാലാണ്. മോഹൻലാൽ വി ഡി സതീശനെ എറണാകുളത്ത് വെച്ച് നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് ഈ പദ്ധതിക്ക് വേണ്ടി നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് ശരിക്കും നമ്മളുടെ യുവതലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊരു അസ്വസ്ഥരാണ്. പിടിച്ചാൽ പിടി കിട്ടുന്നില്ല. വീട്ടുകളിൽ വരുന്ന കുട്ടികളുടെ കണ്ണും ഭാവവും അച്ഛനമ്മമാരോട് ആക്രോശിക്കുന്നതും റോഡിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഏതോ ലോകത്തെന്നുള്ള പോലെയാണ് അവർ നടക്കുന്നതല്ലേ. ഒന്ന് സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്നലെ ശ്രീ വി ഡി സതീശന് സ്വന്തം നിയോജക മണ്ഡലമായ പറവൂരിൽ വലിയ അതിഗംഭീരമായ ഒരു സ്വീകരണം നൽകി. സ്വീകരണത്തിൽ പങ്കെടുത്ത ആരാന്നറിയാമോ? ഗസസ് ഉണ്ടോ? മമ്മൂട്ടി. മമ്മൂട്ടി ആരാണ്? കൈരളി ടി വിയുടെ ചെയർമാൻ. അപ്പോൾ കൈരളി ടി വിയുടെ ചെയർമാനായ ശ്രീ മമ്മൂട്ടി പങ്കെടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നിഷ്പക്ഷമതികളായിരുന്നു അങ്ങനെ പറയാമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല. അവരെല്ലാവരും വി ഡി സതീശനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെ അവരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടെ ഉണ്ടായിരുന്ന ശ്രീകുമാരൻ തമ്പിയാണ്, കഴിഞ്ഞ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഗാനരചയിതാവാണ്. അദ്ദേഹം പറഞ്ഞത് ശ്രീ വി ഡി സതീശനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് അഭിമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയൻ പറയുകയാണെങ്കിൽ സ്ഥലത്ത് പ്രധാന പയ്യൻസിന് സിനിമ വന്നിരുന്നു, അത് പോട്ടെ, അത് നമുക്ക് മാറ്റിവെക്കാം, അത് കുറച്ചൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ പറയാം. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മുഖത്തൊരു എളിമയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരാളാണെന്നൊരു ഭാവമുണ്ട്. 10 കൊല്ലം നമ്മൾ ആ അഹങ്കാരിയെ സഹിച്ചില്ലേ പ്രിയൻ? ധാർഷ്ട്യവും അഹങ്കാരവും താൻ പോരുമയും ബാക്കി എല്ലാവരും എന്താ പറയുന്നത് പുച്ഛിച്ച് തള്ളുന്ന ഉറുമ്പുകളുടെ പരിഗണന പോലും കൊടുക്കാത്ത, അയ്യോ ഇനിയിപ്പോൾ ഉറുമ്പെന്ന് പറഞ്ഞാൽ ഉറുമ്പ് പാർട്ടി വരുമോ, കോക്രോച്ച് പാർട്ടി വന്നതുപോലെ ഉറുമ്പ് ആൻസ് പാർട്ടി വരുമോ അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകരെ. ഇനി ആൻഡ് പാർട്ടിക്ക് വേണ്ടി നടക്കണ്ട. അപ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നു. ചിരിക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ അദ്ദേഹം ബുദ്ധിപരമായി ആലോചിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം കൊടുങ്കാറ്റെന്നാണ് അർത്ഥം. കൊടുങ്കാറ്റ് പോലെ നമ്മൾ ഈ നാർക്കോട്ടിക്സ് ബിസിനസ്സിനെ നേരിട്ടില്ലെങ്കിൽ, കട പുഴുകി എറിഞ്ഞില്ലെങ്കിൽ, നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്നാണ് അതിന് അടിമപ്പെട്ട് മുഴുവൻ നരകത്തിലേക്ക് പോകാമെന്ന് നമുക്കറിയില്ല. ക്യൂബയിലൊക്കെ ജനങ്ങളില്ല, അവിടെ മുഴുവൻ ആ കഞ്ചാവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്നിനും പറ്റാത്ത കറങ്ങി അടിച്ച് നടക്കുന്ന ജനതയാണ് നമ്മൾ ക്യൂബയിലൊക്കെ കാണുന്നത്. അതല്ല നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലോസ് നിറ്റാണ്. പല വിദേശ രാജ്യങ്ങളും പോകുമ്പോൾ അവർ പറയും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടോ. അവർക്ക് അത്ഭുതമാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ പേരൻസ് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക, ഏതെങ്കിലും പിറന്നാളിനോ വിഷു എന്ന് പറയാൻ പറ്റും, ക്രിസ്മസിനോ എന്തിനെങ്കിലും അച്ഛനമ്മമാരെ കൊണ്ടേക്കും, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കും. കുട്ടികളാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനമ്മമാരോട് താമസിക്കാൻ പാടില്ല. അപ്പം നമ്മളുടെ സംസ്കൃതിയിലേക്ക് വരാൻ വേണ്ടി അവിടെയുള്ള പല ഫോറിൻ പുരുഷന്മാർ നമ്മുടെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു, നമ്മളുടെ അവിടെയുള്ള സ്ത്രീകൾ പലരും നമ്മുടെ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നു. കാരണം ഇന്ത്യയുടെ കൾച്ചർ അത്രമാത്രം മഹത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംസ്കൃതിയിലേക്ക് ഈ നാർക്കോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവുകയാണ്. എറണാകുളത്തെ മെയിൻ ഡിവിഷനിലെ കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ടറിയാം, പള്ളിമുക്കിനും ജോസ് ജംഗ്ഷൻ നടുക്കുള്ള ഒരു സ്ഥലത്ത് ഒരാളൊരു പെട്ടിയും വെച്ച്, ഇവിടെ മുഴുവൻ നമ്മുടെ അതിഥി തൊഴിലാളികളായത് കാരണം അവർക്കൊക്കെ ഇത് പാൻ പരാഗ്. അപ്പോൾ പാനിൻ്റെ വെച്ചാൽ ഈ പാനൊക്കെ വെച്ച് ഒരു കുടുംബത്തിലേക്ക് എങ്ങനെ അവരെല്ലാവരും പുറത്ത് ഈ ബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാറിനൊക്കെ വരുന്ന ആൾക്കാരെന്നാ ചോദിക്കും പറയും, അവർക്ക് എങ്ങനെ ഈ പാൻ പരാഗിൻ്റെ പൈസ കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ പറ്റും? 5 രൂപ 6 രൂപ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ ഒരെണ്ണം വിറ്റാൽ 2 രൂപ ലാഭം കിട്ടിയാൽ ഒരു ദിവസം എത്ര എണ്ണം വിൽക്കണം? ഇവിടെ താമസിക്കാനുള്ള ചിലവ് വേറെ. അപ്പം എനിക്ക് സംശയം തോന്നി, നമുക്കെപ്പോഴും ഒരു ഐ ഉണ്ടല്ലോ, ഇതിങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഒരു ഐ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഒരു 6 മണി സമയത്ത് പറഞ്ഞു, നീ പോയി കാറ് മാറ്റിയിട, പോയി ചോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓടി വരുന്നു, മാഡം അവൻ്റെ കയ്യിലുണ്ട്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പേടിയായി, മാഡം വല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്കറിയാം മാഡത്തിൻ്റെ ഡ്രൈവറാണെന്ന് പറയും, ഞാൻ പോയി കഞ്ചാവ് മേടിച്ചു എന്നാവില്ലേ, ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സാധനം എത്തിക്കാമെന്ന്. അതുപോലെ ഓരോ പാൻപരാ കടകളുടെ മറവിലും ഇവിടെ നടക്കുന്നത് ശരിക്കും കഞ്ചാവ് നാർക്കോട്ടിക്സ് ബിസിനസ്സാണ്.
ബാംഗ്ലൂരിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു. ഒരു ജേർണലിസത്തിന് പഠിക്കുന്ന കുട്ടികളാണ്, അവിടെ പ്രസിദ്ധമായൊരു കോളേജിൽ. ഞാൻ പറഞ്ഞു ആൻറ്റി ഒരു നല്ല നിങ്ങൾക്ക് തീം തരാം ചെയ്യാനായിട്ട്, ഇവിടെ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കും, എനിക്കറിയാവുന്ന പോയിൻറ്റ്സുകളൊക്കെ, എനിക്ക് സംശയമുള്ള പോയിൻറ്റ്സുകളൊക്കെ ഞാൻ പറഞ്ഞു. ദയവ് എന്നൊരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറയാം ആൻറ്റി ഞങ്ങൾ കഞ്ചാവ് ചോദിച്ചപ്പോൾ അവർ പറയാണ് നിങ്ങളെ കണ്ടിട്ട് ഇവിടെയുള്ള കുട്ടികളാണെന്ന് തോന്നുന്നില്ലല്ലോ, MDMA ഒക്കെ ഉണ്ടല്ലോ അതുപോലെയെന്ന്. ആൻറ്റി പഴഞ്ചൻ സ്കൂളാണ്, ഇവരൊക്കെ വിൽക്കുന്നത് MDMA മറ്റുള്ള കാര്യങ്ങൾ. ആൻറ്റി ഞങ്ങൾക്ക് പറഞ്ഞ് കഞ്ചാവ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ, ആൻറ്റിയുടെ സ്കൂളൊക്കെ കഴിഞ്ഞു പോയിന്ന്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ചും കാരക്കാമുറി റോഡിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പോയി മാറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സഹിതം എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോൾ ഓൺ ക്യാമറ അത് പറയുന്നില്ല. അദ്ദേഹം തന്നെ മാറ്റി, പോലീസ് വന്ന് മാറ്റും, ഞങ്ങളുടെ ഹെൽത്ത് സ്ക്വാഡ് വന്ന് മാറ്റും. ചെറിയ ഒരു 2 കല്ല് വെച്ചിട്ട് മുകളിലൊരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാൻ പരാഗ് വെച്ചേക്കുന്നത്, ഒരു ചെറിയ കസേരയും ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി അദ്ദേഹം പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിലേക്ക് സാധനങ്ങളും ബാഗുകളും വെച്ചു. ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്ന് ആക്കും. ഒരു നെയിം ബോർഡ് വെച്ചിരുന്നു, ആ ബോർഡ് ഞാൻ വെട്ടിക്കളഞ്ഞു താഴെ. നെയിം ബോർഡിൻ്റെ പുറകിൽ, റോഡിൻ്റെ നെയിം ബോർഡിൻ്റെ പുറകിലാണ് ഈ സഞ്ചി തൂക്കിയിട്ടിരുന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും 1 മണിക്കൂറിനുള്ള ആൾ അവിടെയുണ്ട്. എന്ത് ധൈര്യത്തിൽ നിൽക്കുന്നു, ഒരു സ്ട്രോങ് സപ്പോർട്ട് ടീമില്ലാണ്ട് എന്ത് ധൈര്യത്തിൽ നിൽക്കുന്നു അല്ലേ? പുറത്തുനിന്ന് വന്നൊരാൾ പോലീസ് വന്ന് മാറ്റിക്കൊണ്ട് പോയി 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്നെങ്കിൽ അത്രയും വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരിക്കണം അയാൾ. ഇപ്പം ഞങ്ങൾ പോകും സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് പോലീസിനെയും കൊണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോട് ഞാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അത്രമാത്രം ഡിലിജൻ്റ് ആയതുകൊണ്ടാണ് ഞാനും കൂടെ പോകുന്നത്. എന്നോട് അവർ പറയും മാഡം വേണ്ട, ഞങ്ങൾ ഒഫീഷ്യലായിട്ട് വരുന്നതാണ്, മാഡം എന്ന് അവർ നോട്ട് ചെയ്ത് വെക്കും, മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാകാം, ഇവർ വലിയ സ്ട്രോങ് ടീമല്ലേ. ചെല്ലുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരെ മാത്രം കാണും, മുഖം മാത്രം ഉണ്ടാകും, ഈ കൂട് കൊടുക്കാൻ സഞ്ചി ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൂട് കൊടുക്കാൻ സഞ്ചികളുണ്ടാവും, ഇവരെ കാണൂല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഈ റൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTCയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഹോട്ടലുകളിൽ നിന്നും ആളുകളിൽ നിന്നും 25 കിലോ 10 കിലോ 15 കിലോ ആസ് എ കൗൺസിലർ ഹാവ് ടു ഗോ ആൻഡ് സൈൻ, അല്ലെങ്കിൽ സെൻഡ് സംബഡി ആസ് എ വിറ്റ്നസ്. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയല്ലേ പിടിക്കുന്നത്. ഇതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഓരോരുത്തരും തന്നെ ഇവിടെ പഠിക്കുന്നില്ല. പല സ്കൂളുകളിലും നമ്മൾ ആസ് പെർ പ്രോട്ടോക്കോൾ നമ്മൾ ചെല്ലണ്ടേ, ഇങ്ങനെ ഇരിക്കും, തലമുടിയൊക്കെ കിളിക്കൂട് പോലെ ഇങ്ങനെ ആക്കിയിട്ട്. എന്നെ ഒരു പോലീസ് ഓഫീസർ വിളിച്ചു, ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ പഴയ പേപ്പറുകളൊക്കെ ACP ആണ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഡിവിഷനിലാണ് ഗേൾസ് ഹൈ സ്കൂളിൻ്റെ അവിടെ കുറേ ബസ്സുകൾ പാർക്ക് ചെയ്യും ബാംഗ്ലൂരിലേക്ക് പോകാൻ. ആ ബസ്സുകൾക്കുള്ളിൽ 25 വയസ്സിന് അറൗണ്ട് ആ കുട്ടികൾ എങ്ങോട്ട് പോകണം, എന്തിനു വരുന്നറിയില്ല. അവരൊക്കെ കാരിയേഴ്സാണ്. ഒരു കുറച്ച് ഗ്രാം ഇതൊക്കെ തലമുടിയുടെ ഉള്ളിൽ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ ഉള്ളിലേക്ക് വയ്ക്കാം, പഠിക്കാൻ പോകുന്നു അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമല്ലോ. മാഡം ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ എഴുതി നോട്ട് ചെയ്തിരുന്ന പേപ്പർ, ഈ ഇടയ്ക്ക് പേപ്പറുകളൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്ത്, ഐ എം നോ മോർ എ കൗൺസിലർ മാറ്റുമ്പോൾ ഞാൻ കണ്ടതാണ്. അതുപോലെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ കട്ടൻ ചായ ഭയങ്കര അഡിക്ഷൻ, എന്തോ ചേർക്കുന്നുണ്ട്, മാഡം അതൊന്ന് നോക്കണേ. ഞാൻ സാർ എന്താ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? അല്ല മാഡം വളരെ കാര്യമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ സക്രിയമായി ഇടപെടുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാണ്. പോലീസിനെ അറിയാം, ബട്ട് വൈ ആർ ദേ നോട്ട് ഡൂയിങ് എനിത്തിങ്? കാരണം പ്രഷർ ഉണ്ടാകും, പോലീസിൻ്റെ മുകളിലും ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP പോലീസിനെ കൊണ്ട് എങ്ങനെ മൊഴി മാറ്റി പറയിച്ചു, ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കുട്ടികൾക്കെതിരെയുള്ള കേസിൽ എങ്ങനെ മൊഴി മാറ്റി പറയിപ്പിച്ചു ADGP. അപ്പോൾ ഈ സാധാരണ പോലീസ് ഓഫീസേഴ്സിന് ACP എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പോസ്റ്റിലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുകളിൽ എത്രയോ പേരുണ്ട്. അദ്ദേഹത്തിനും പെൻഷൻ മേടിച്ചതിന് റിട്ടയർ ചെയ്യണമല്ലോ. ഇതിലൊക്കെ ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല വളരെ സിൻസിയറായിട്ടാണ് ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും, എല്ലാ അധ്യാപകരും, എല്ലാ മാതാപിതാക്കളും താങ്കളുടെ കൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചെന്നിത്തലയെ പറ്റിയിട്ട് മുമ്പൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങളിലും സഹകരിച്ച് പോയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന നിർണായക വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അന്നൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തും ഇതുപോലെ തന്നെ
ഈ പറയുന്ന ലഹരി മാഫിയ ഇത്രയില്ലായിരുന്നു. ഇപ്പൊ പഞ്ചാബിനൊപ്പം അല്ലെങ്കിൽ ഗോവയ്ക്കൊപ്പമായി കേരളത്തിന്റെ ഇറക്കുമതിയും ഉപയോഗവും. അതെ. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഒരു പക്ഷേ അദ്ദേഹം ഈ യോഗി സ്റ്റൈലിലേക്കൊക്കെ ഒന്ന് മാറാൻ സാധ്യതയുള്ളതല്ല. യോഗി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നർക്കോട്ടിക്കൊക്കെ ആണെങ്കിൽ ആദ്യം ഉണ്ട കയറ്റിയിട്ടേ സംസാരിക്കുകയുള്ളൂ. കേരളത്തിൽ ഒരു പക്ഷേ അതിനുള്ളൊരു സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ പോലീസുകാരെ ആക്രമിക്കുന്ന ലഹരി മാഫിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ രമേശ് ചെന്നിത്തല ഒന്ന് അനുവദിച്ചാൽ ഈ പറയുന്ന പോലീസുകാരെ കൈയേറ്റം ചെയ്യുന്ന ലഹരി മാഫിയയുടെ നേരെ തോക്കെടുത്ത് വെടിവെക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഒരിക്കൽ ഞാൻ കൗൺസിലായിരുന്ന സമയത്ത് തന്നെ രാത്രി പോലീസ് സേവ്ഡ് നമ്പറാണല്ലോ, മാഡം 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 ഒന്നിങ്ങോട്ട് എത്തുന്നവർ എവിടെയും ചോദിക്കുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞ് കോള് കട്ടായിപ്പോയി. എനിക്ക് അവരെവിടെ പിന്നെ കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കണ്ടപ്പോൾ എന്തായിരുന്നു കട്ട് ചെയ്ത്, എന്തായിരുന്നു പ്രശ്നം വെച്ചപ്പോൾ കൈ കാണിച്ചില്ല, ഇങ്ങനെ വരച്ചിട്ടിരിക്കുക. ഇവർ കൈ കയറി പിടിച്ചപ്പോൾ കുതിരി മാറാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ മൂർച്ചയുള്ളൊരു ആയുധം വെച്ച് വരച്ചിട്ടിരിക്കുന്നു പോലീസുകാരിയുടെ. അവർക്കും ജീവനിൽ കൊതിയുണ്ടോ? അവർക്കും കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ അവർ എത്ര നാൾ പാരലൈസ്ഡ് ആയിട്ട് എങ്ങനെയോ കിടക്കേണ്ടി വരും? എൻ്റെ നേരെ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് കാരക്കാമുറി ഭാഗത്ത് ഞാനൊരു ദിവസം എൻ്റെ കാറ് പാർക്ക് ചെയ്ത് എനിക്കിങ്ങനെ നടക്കുന്നൊരു സ്വഭാവമുണ്ട്. നടക്കുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ ഏതോ ലോകത്ത് നടന്നുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എന്തിനോ അടിമപ്പെട്ട് നടക്കുകയാണെന്ന്. മോനെ എന്താ ഇത് മോനെ, നിനക്കെന്താടി കാശുകാരി എന്നും പറഞ്ഞിട്ട് എൻ്റെ കാറ് ഒരു മൂർച്ചയുള്ള ആയുധം വെച്ച് ഇങ്ങനെ വരച്ചോണ്ട് പോവാണ് കാറിൻ്റെ. എന്താ മോനെ കാണിക്കുന്നത്? മോനെ പുറത്തേക്ക് ഓടി. ഇപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ നാട്ടുകാർ കുറച്ച് പേര് ഓടിയെങ്കിലും അവൻ ഞങ്ങൾക്ക് പിടികൂടാൻ പറ്റിയില്ല. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മകൻ പറയാം, നമ്മെ വാട്ട്സ് റോങ് വിത്ത് യു, ആരുടെയെങ്കിലും മോനല്ലേ ആ കത്തി വെച്ച് അവനൊന്ന് കുത്തിയിരുന്നെങ്കിലോ? അമ്മ മരിക്കൊന്നുമില്ല, മൂർച്ച ഷാർപ്പായിട്ടൊരു ഒബ്ജക്റ്റ് ആണല്ലോ, അത് വെച്ച് അമ്മയൊന്ന് കുത്തിയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അമ്മ പാരലൈസ്ഡ് ആയിട്ട് കിടന്നതിന് കുറേ വേദന സഹിച്ചതിനെ, അത്രയല്ലേ ഉള്ളൂ. വൈ ആർ യു ബോദർഡ്? പക്ഷേ അതല്ല, മോഹൻലാൽ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ആരെയും ക്രിമിനലാക്കും. ആ കുട്ടിയുടെ അച്ഛനമ്മ അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കുട്ടി സ്വബോധത്തിലാണോ ചെയ്യേണ്ടത്? ഒരു ദിവസം നമ്മുടെ മറൈൻ ഡ്രൈവിൽ രാത്രി ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വലിച്ചുകൊണ്ട് പോവുക. തുണിയൊക്കെ ഇങ്ങനെ താഴെ കിടക്കപ്പോഴും നമുക്കെല്ലാം കാണാം. അപ്പം ഞാൻ എന്ത് ചെയ്താവും, മാഡോട് ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇവിടെ കുടിച്ച് പിമ്പരിയായിട്ട് ഇരുന്നിട്ട് അവർക്ക് ബസ് പുറപ്പെടേണ്ട സമയമാകുമ്പോൾ ആരെങ്കിലും വലിച്ചുകൊണ്ട് പോകാമെന്ന് അച്ഛനമ്മമാർ അറിയുന്നുണ്ടോ? ആ കായലിൽ തന്നെ ഇവിടെ പ്രശസ്തമായൊരു വിദ്യാലയത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുമ്പോൾ ആൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പെൺകുട്ടികൾക്ക് പേടിയായി, ഇവന്മാരെങ്ങാനും പേര് പറഞ്ഞ് ഇവരുടെ കായലിലേക്ക് എടുത്തു ചാടി. ഭാഗ്യത്തിന് അവിടെയുള്ള ആൾക്കാർ കണ്ട് പോലീസ് ഒന്ന് രക്ഷപ്പെടുത്തി. കായലിലേക്ക് ചാടിയ പെൺകുട്ടികൾ ടെൻഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട മക്കളെ? നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടല്ലേ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സ്നേഹിച്ച് വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കട്ടയ്ക്ക് നമ്മളെല്ലാവരും ഉണ്ട്.